എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 4 മാർക്കാണ്. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ 2 രീതിയിലാണ് പൊതുവെ ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിലനിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിലനിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് ഇനി വരുന്ന എക്സാമിനേഷന് നമ്മൾക്കുണ്ടായിരിക്കുക. അത്തരം ക്വസ്റ്റ്യൻസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ സോൾവ് ചെയ്യാം, അതിൻ്റെ ഒരു വർക്കിംഗ് റൂളാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വരികയാണെങ്കിലും ഈ ഒരു റൂൾ പ്രകാരമാണ് മുൻപിലേക്ക് മൂവ് ചെയ്യേണ്ടത്. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. വർക്കിംഗ് റൂളിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡിനോട്ട് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ബൈ പി ഓഫ് എൻ. തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഷോ ദാറ്റ് പി ഓഫ് വൺ ഈസ് ട്രൂ. പി ഓഫ് വൺ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് തെളിയിക്കുക. നിങ്ങൾക്ക് തരുന്ന ഏത് ക്വസ്റ്റ്യനും എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉള്ളതായിരിക്കും. അതിന് ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും, റൈറ്റ് സൈഡ് ഉണ്ടാവും. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഡിനോട്ട് ചെയ്തതിന് ശേഷം n 1 ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. n k ആകുമ്പോൾ ഈ റിസൾട്ട് ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യാം, സങ്കല്പിക്കുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്ന സ്റ്റേറ്റ്മെന്റിലെ n എന്ന് പറയുന്ന വേരിയബിൾ മാറ്റി പകരം അവിടെ k എന്ന് പറയുന്ന കാര്യം കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറയുന്ന കാര്യം അവിടെ കൃത്യമായിട്ട് കിട്ടും. ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ 4 മാർക്ക് വെയിറ്റേജിൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever P of K is true. P of K true ആണെന്ന് തൊട്ട് മുകളിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യം ഉപയോഗിച്ചുകൊണ്ട് P of K plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതായത് n k ആകുമ്പോൾ റിസൾട്ട് ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് n k plus 1 ആകുമ്പോൾ റിസൾട്ട് ശരിയാണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും. ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. n 1 ആകുമ്പോൾ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കുന്നു. n k ആകുമ്പോൾ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ അസംഷനിൽ നിന്നുകൊണ്ട് n k plus 1 ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാ എന്നുകളിലും ശരിയായിരിക്കും. ഇനി നമ്മൾക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് 3 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 3 റേസ് ടു n മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 2. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ബൈ ഇൻഡക്ഷൻ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് അവർ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n 1 ആകുമ്പോൾ ശരിയാണെന്നുള്ളത് തെളിയിക്കണം. അതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ ഈ തന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാ എന്നുകൾക്കും ശരിയാണ് എന്നുള്ളത് ഇൻഡക്ഷനിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് ഓരോ സബ് ക്വസ്റ്റ്യനായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ വർക്കിംഗ് റൂളിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഡിനോട്ട് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ജസ്റ്റ് എഴുതി വെക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പി ഓഫ് എൻ ട്രൂ ആണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്.
അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് ഒബ്സർവ് ചെയ്യുക. അതിലെ ഫസ്റ്റ് ടേം ഏതാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇതാണ് നമ്മളിവിടെ LHS എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അപ്പൊ LHS എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. അതിലെ ഫസ്റ്റ് ടേം ഏതാണോ അത് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പൊ LHS എന്ന് പറയുന്നത് എന്ത് എഴുതാം? 1 എഴുതാം. RHS എന്ന് പറയുന്ന കാര്യം എടുക്കേണ്ടത് വലതുവശത്ത് n-ന് 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ 3⁻1 - 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3 - 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore P of 1 is true. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിന് ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും, റൈറ്റ് സൈഡ് ഉണ്ടാവും. P of 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LHSഉം RHSഉം ആണ് കണ്ടുപിടിക്കുക. എല്ലാത്തിനും ഒരേ ആൻസർ ആണ് കിട്ടുകയും ചെയ്യുക. ആ LHS എഴുതുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, അതിലെ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. RHS കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ വലതുവശത്ത് n-ന് പകരം 1 അപ്ലൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ P of 1 ട്രൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. സെക്കൻഡ് സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാ n-കളിലും ശരിയാണ് എന്നാണ് തെളിയിക്കാനുള്ളത്. നമ്മളിപ്പോൾ 1-ൽ ശരിയാണ് എന്ന് പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് റൂൾ പ്രകാരം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അസ്യൂം ദാറ്റ് P of k is true എന്നുള്ളതാണ്. അപ്പൊ ഞാനതൊന്ന് എഴുതി വെക്കുകയാണ്. അസ്യൂം ദാറ്റ് P of k is true. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് നിങ്ങൾ കെയിലേക്ക് മാറ്റുക. 1 + 3 + 3² എക്സെട്ര പ്ലസ് 3⁻k - 1 ഈക്വൽ ടു 3⁻k - 1 ഡിവൈഡഡ് ബൈ 2 തന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാക്കി മാറ്റി? ഞാൻ n-ന് പകരം k കൊടുത്തുകൊണ്ട് P of k എന്ന് പറയുന്ന വശത്തിലേക്ക് മാറ്റി. ഇങ്ങനെയാണ് നമ്മൾ അസംഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഇനി ചെയ്യേണ്ടത് P of k + 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി P of k + 1 എഴുതാൻ പോവുകയാണ്. P of k + 1 ഈക്വൽ ടു P of k + 1 എഴുതണമെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ അസംഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് P of k ആണ്. അത് ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. 1 + 3 + 3² എക്സെട്ര പ്ലസ് 3⁻k - 1. അപ്പൊ ശരിക്കും P of k ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. P of k + 1 ആവണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതിന്റെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേമിലേക്ക് വരിക. n കാണുന്നോടത്തിൽ k + 1 കൊടുക്കുക. പ്ലസ് 3⁻k + 1 - 1. ഈ n-ന് പകരം ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ k + 1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ +1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം. തൊട്ടു മുകളിലുള്ള അസംഷൻ പ്രകാരം 1 + 3 + 3² + 3⁻k - 1 എന്ന് പറഞ്ഞാൽ 3⁻k - 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള സം തൊട്ടു മുകളിൽ അസ്യൂം ചെയ്ത ആശയപ്രകാരം 3⁻k - 1 ഡിവൈഡഡ് ബൈ 2 ആണ്. പ്ലസ് ഇവിടെ ഇനി ബാക്കി നിൽക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 3⁻k എന്ന് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ 1 കൊടുക്കാം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3⁻k - 1 × 1 എന്ന് പറഞ്ഞാൽ 3⁻k - 1 പ്ലസ് 2 × 3⁻k എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ എഴുതുക. 2 × 3⁻k എന്ന് പറഞ്ഞ് തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ 2 × 1 2. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ ഒരു ടേമിൽ 3⁻k ഉണ്ട്, ഈ ഒരു ടേമിലും 3⁻k ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് 3⁻k ഉണ്ട്. ഞാൻ ആ കോമൺ ആയിട്ടുള്ള 3⁻k എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിൽ നിന്നും എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 3⁻k × 1 + 2. 3⁻k ആണുള്ളത് മുഴുവനായിട്ട് പോന്നു കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും. ഇവിടെ 3⁻k മാറ്റി നിർത്തിയാൽ 2 അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ 2 എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. ഇനി എഴുതാനുള്ളത് -1 ആണ്. അത് അതുപോലെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 3⁻k × 3. 1 + 2 3 ആണ്. -1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 എഴുതിയാലും 3⁻1 എഴുതിയാലും ഒരേ കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. a⁻m × a⁻m + n ആണ്. ഒരേ കാര്യത്തിന്റെ തന്നെ വ്യത്യസ്ത പവറുകൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക പവറുകൾ തമ്മിൽ. അപ്പൊ ഇവിടെയും ചെയ്യേണ്ടത് അത് തന്നെയാണ്. 3⁻k × 3⁻1 എന്ന് പറയുന്നതിന് തൊട്ട് മുൻപേ ഞാൻ പറഞ്ഞ നിയമം ഉപയോഗിച്ചുകൊണ്ട് 3⁻k + 1 എന്ന് പറഞ്ഞ് എഴുതാം. -1 ഡിവൈഡഡ് ബൈ 2
ഇത്രയും എഴുതി കഴിഞ്ഞാൽ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആയിരിക്കും. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റേറ്റ്മെന്റ് കെ പ്ലസ് വണ്ണിൽ ട്രൂ ആവണമെങ്കിൽ വലതുവശത്ത് എന്നിന് കെ പ്ലസ് വൺ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. വലതുവശത്ത് എന്നിന് കെ പ്ലസ് വൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 3 റേസ് ടു കെ പ്ലസ് വൺ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അതേ കാര്യം ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 റേസ് ടു കെ പ്ലസ് വൺ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അതേ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore P of k plus 1 is true. ഈ സ്റ്റേറ്റ്മെന്റ് കെ പ്ലസ് വണ്ണിൽ ട്രൂ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. എ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഈസ് ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എൻ ഈസ് ഗിവൺ ബൈ. പി ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു n ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു n. ഈ സ്റ്റേറ്റ്മെന്റ് n ഈക്വൽ ടു 1ൽ ട്രൂ ആണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാ എന്നുകളിലും ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. തൊട്ട് മുൻപേ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ എങ്ങനെയാണോ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എല്ലാ എന്നുകളിലും ശരിയാണെന്ന് പ്രൂവ് ചെയ്തത്, അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പി ഓഫ് വൺ ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്ത അതേപോലെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന കാര്യം എഴുതുകയാണ്. ലെഫ്റ്റ് സൈഡ് എഴുതണമെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നോക്കേണ്ടത്. അതിലെ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ LHS എന്ന് പറയുന്നത് 1/2. RHS ഈക്വൽ ടു വലതുവശത്ത് n കാണുന്നതിന് 1 അപ്ലൈ ചെയ്യാം. 1 മൈനസ് 1/2 റേസ് ടു 1. 2 റേസ് ടു 1 എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 മൈനസ് 1/2 ആണ് വരിക. ഒന്നിൽ നിന്ന് പകുതി പോയാൽ ബാക്കി പകുതിയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. LHS ഉം RHS ഉം നോക്കൂ, ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore P of 1 is true. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അസ്യൂം ദാറ്റ് P of k is true. n 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ദാറ്റ് P of k is true. ഈ അസംഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. അത് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കെയിലേക്ക് മാറ്റുക. ഇവിടെ n ആണ് വേരിയബിൾ, അതിനെ എവിടേക്ക് മാറ്റുക? കെയിലേക്ക് മാറ്റുക. അതായത് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു k ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു k. അപ്പൊ അത് k എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയി മാറി. അതായത് ഇതാണ് P of k എന്ന് പറയുന്ന കാര്യം. ഇത് ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റി? സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് നമുക്ക് എവിടേക്ക് മാറ്റാൻ പറ്റി? കെയിലേക്ക് മാറ്റാൻ പറ്റി. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നു. ഇനി P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി P of k plus 1 എഴുതുകയാണ്. P of k plus 1 എഴുതണമെങ്കിൽ ആദ്യം തൊട്ടുമുകളിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു k. ഇത്രയും എഴുതിയാൽ P of k ആയിട്ടുള്ളൂ. P of k plus 1 എഴുതണമെങ്കിൽ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേം അതിലെ n പകരം k plus 1 കൊടുക്കുക. 1/2 റേസ് ടു k plus 1. അസംഷൻ പ്രകാരം ഇവിടെ നിന്ന് ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 1 മൈനസ് 1/2 റേസ് ടു k തുല്യമാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നത് 1/2 റേസ് ടു k വരെയുള്ള ടേമുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1/2 റേസ് ടു k ആണ്. അപ്പോൾ നമ്മൾ താഴേക്ക് അപ്ലൈ ചെയ്തു. പ്ലസ് 1/2 റേസ് ടു k പ്ലസ് 1. ലാസ്റ്റ് ടേം അത് അതുപോലെ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു k പ്ലസ് 1/2 റേസ് ടു k പ്ലസ് 1 എന്ന് പറയുന്നതിനെ 2 റേസ് ടു k ഇൻറ്റു 2 റേസ് ടു 1 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു a raised to m into a raised to n എന്ന് പറഞ്ഞ ഫോമുല ആണെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. a raised to m plus n എന്നാണ് എഴുതാറുള്ളത്. അതേമാതിരി ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? a raised to m plus n ആണ് വരുന്നത് എങ്കിൽ അതിനെ a raised to m into a raised to n എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. അതായത് പവറുകൾ ആഡ് ചെയ്ത് കിടക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ഈ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 2 raised to k plus 1നെ 2 raised to k into 2 raised to 1 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? ഈ പവറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? k plus 1 ആണ്. അതേ കാര്യം തന്നെയാണ് 2ന്റെ പവർ കിടക്കുന്നത്. മുകളിലേക്ക് ആലോചിക്കുക, അപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി
1/2 എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട്, 1/2 ഇവിടെയും ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ചേർന്നതാണ്. അപ്പൊ നമുക്ക് -1/2 കോമൺ ആണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ 1 അതുപോലെ എഴുതി, -1/2 ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ആകെ -1/2 ഉള്ളത്, അത് മുഴുവനായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്, ബാക്കി 1 ഉണ്ടാവും. പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവ് ഞാൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു നെഗറ്റീവ് ബാക്കി ഉണ്ടാവും. 1/2 പോയാലും 1/2 എന്ന് പറയുന്ന കാര്യം അവിടെ ബാക്കി ഉണ്ടാവും. 1/2 which is equal to 1 - 1/2 into ഒന്നിൽ നിന്ന് പകുതി കുറയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥമാണ്. ഒന്നിൽ നിന്ന് പകുതി പോയാൽ ബാക്കി എന്ത് വരും? പകുതി ഉണ്ടാവും. അപ്പോൾ അവിടെ 1/2 ആണ് വരിക. വീണ്ടും നമ്മൾ എന്ത് ചിന്തിക്കുക? ഈ 2 എഴുതിയാലും 2വിന്റെ പവറിൽ 1 എഴുതിയാലും ഒരേപോലെയാണ്. അപ്പോൾ ഇവിടെയുള്ള അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നു കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? 1 - 1/2 k+1 പവറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 1 - 1/2 k+1 എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് k+1 ശരിയായിരിക്കും. മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ്മെന്റിന്റെ വലതുവശത്തേക്ക് വരിക, n-ന് k+1 കൊടുക്കുക, 1 - 1/2 k+1. അതേ കാര്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം therefore p of k+1 is true. ഫൈനൽ കൺക്ലൂഷൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. hence by induction the result is true for every natural number n. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. prove by principle of mathematical induction that 1 + 2 + 3 + etc + n equal to n into n+1/2. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് എന്നിലുള്ളതാണ്. ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം എല്ലാ എന്നുകളിലും ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വർക്കിംഗ് റൂളിൽ ആദ്യം പറയുന്നത് എന്താണ്? തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഞാൻ അതൊന്ന് ചെയ്യാൻ പോവാണ്. പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 + 2 + 3 + etc + n equal to n into n+1/2. ഇനി നമുക്ക് വേണ്ടത് പി ഓഫ് എൻ ട്രൂ ആണ് എന്നുള്ള കാര്യത്തിലേക്കാണ് എത്തേണ്ടത്. പി ഓഫ് എൻ ട്രൂ ആണെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? LHS എന്ന് പറഞ്ഞ കാര്യം എഴുതണം. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം ഏതാ വരുന്നത്? 1 ആണ്. അപ്പോൾ 1. RHS എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ n-ന് പകരം 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ n-ന് 1 അപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു ഈ n-നും 1 അപ്ലൈ ചെയ്യുന്നു, 1 + 1 / 2. അതായത് 1 × 2 / 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക? 1 ആണ് കിട്ടുന്നത്. LHSഉം RHSഉം ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എൻ ട്രൂ ആണ് എന്ന് നമുക്ക് പറയാം. പി ഓഫ് എൻ ട്രൂ ആണ് എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യുക? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതിനുശേഷം ഈ അസംഷനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് എഴുതി വെക്കുകയാണ്. പി ഓഫ് കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എവിടേക്ക് മാറ്റാം? കെയിലേക്ക് മാറ്റാം. കെയിലേക്ക് മാറ്റുമ്പോൾ 1 + 2 + 3 + etc + k equal to k into k+1 / 2. പി ഓഫ് k+1 ട്രൂ ആണ് എന്നുള്ളതാണ് തെളിയിക്കാനുള്ളത്. പി ഓഫ് k+1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. എഴുതണമെന്നുണ്ടെങ്കിൽ അസംഷനിൽ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ട് എഴുതുക. 1 + 2 + 3 + etc + k. ഇത് മാത്രം എഴുതിയാൽ പോലെ ഒരു ടേം കൂടി എഴുതണം. അത് എഴുതണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് ടേം നോക്കുക, n-ന് പകരം k+1 കൊടുക്കുക. അവിടെ ആകെ n മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ k+1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു തൊട്ട് മുകളിലുള്ള അസംഷൻ പ്രകാരം 1 മുതൽ k വരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് k × k+1/2. താഴേക്ക് അപ്ലൈ ചെയ്യാണ്. k × k+1 / 2 + k+1. ഈ ഒരു ടേമും ഒബ്സർവ് ചെയ്യുമ്പോൾ k+1 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ k+1 എന്ന് പറയുന്നത് കോമൺ ആയി എടുക്കുന്നു. k+1 ഇൻറ്റു ഇവിടെ നിന്ന് k+1 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെയുള്ളത് k/2 ആണ്. k ഉണ്ട്, താഴെ 2 ഉണ്ട്. അതാണ് k/2 ഞാൻ എഴുതിയത്. പ്ലസ് ഇവിടെ ആകെ k+1 ഉള്ളൂ. അത് മുഴുവനായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ 1 ആണ് ഉണ്ടായിരിക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ /1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റിൽ k+1 എന്ന് പറഞ്ഞ കാര്യം അതുപോലെ അവിടെ ഉണ്ടായിരിക്കും. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k × 1 എന്ന് പറഞ്ഞാൽ k വരും, പ്ലസ് 2 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും, / 2 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരുന്നു. ഇത്രയും കണ്ടെത്തുമ്പോഴേക്ക് തന്നെ നമ്മുടെ റിസൾട്ട് ട്രൂ ആയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വലതുവശത്ത്
എന്നിന് k+1 കൊടുക്കാം. അപ്പോൾ ആദ്യം k+1 വരണം, അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് k+1+1, അതായത് k+2 വരണം, k+2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. താഴെ 2 വരണം, താഴെ 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് എന്തായി കഴിഞ്ഞു? ഇപ്പോൾ k+1 ട്രൂ ആണ് എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിർത്തുക, അതിനുശേഷം പറയുക therefore p of k+1 is true. Hence by induction the result is true for every natural number n. അങ്ങനെ ഒരു കൺക്ലൂഷൻ എല്ലാ ക്വസ്റ്റ്യനിലും എഴുതണം, അത് നിർബന്ധമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയും നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇൻഡക്ഷൻ പ്രകാരം ട്രൂ ആണെന്ന് തെളിയിക്കണം. ഇപ്പൊ ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റിനെ p of n ആയിട്ട് എടുക്കുകയാണ്. p of n 1 plus 3 plus 5 plus etc plus 2n minus 1 equal to n square. p of n ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് സൈഡ് ഇടതുവശം നോക്കുക, അതിന്റെ ഫസ്റ്റ് ടേമിലേക്ക് വരിക. 1 ആണ് കാണുന്നത്, 1 എഴുതുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് വലതുവശത്ത് എന്നിന് എന്ത് കൊടുക്കുക? 1 അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 സ്ക്വയർ ആണ് വരിക, 1 തന്നെയാണ് ആൻസർ വരിക. LHSഉം RHSഉം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? p of n ട്രൂ ആണ് എന്നുള്ള കാര്യം പറയാം. അടുത്ത സ്റ്റെപ്പില് p of k എന്ന് പറയുന്നത് ശരിയാണ് എന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് p of k ഈസ് ട്രൂ. p of k ട്രൂ ആണ് എങ്കിൽ 1 plus 3 plus 5 plus etc plus 2k minus 1 എന്ന് പറയുന്നത് k സ്ക്വയർ ആണെന്ന് എഴുതാം. കാരണം സ്റ്റേറ്റ്മെന്റ് എന്താക്കാൻ മതി? കെയിലേക്ക് മാറ്റിയാൽ മതി. ഇനി p of k+1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി p of k+1 എടുക്കുകയാണ്. ആദ്യം p of k എഴുതുക. 1 plus 3 plus 5 plus etc plus 2k minus 1. അപ്പോൾ p of k ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒരു ടേം കൂടി എഴുതണം. അത് എഴുതണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിലെ ലാസ്റ്റ് ടേമിലേക്ക് വരിക. n കാണുന്ന സ്ഥാനത്ത് k+1 കൊടുക്കുക. n കാണുന്ന സ്ഥാനത്ത് k+1 കൊടുക്കുമ്പോൾ 2 into k+1 minus 1. എന്നിന് പകരം ഞാൻ അവിടെ k+1 കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 1 മുതൽ 2k minus 1 വരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് k സ്ക്വയർ ആണ് എന്ന് പറഞ്ഞ് തൊട്ട് മുകളിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? k സ്ക്വയർ എന്ന് പറയുന്ന കാര്യം കൊടുക്കാം. പ്ലസ് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 into k എന്ന് പറഞ്ഞാൽ 2k വരും, പ്ലസ് 2 into 1 എന്ന് പറഞ്ഞാൽ 2 വരും, പിന്നെ ഒരു -1 എഴുതാനുണ്ട്, -1 എഴുതി. അതായത് k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. k സ്ക്വയർ വരും, 2k വരും, 1 വരും. k സ്ക്വയർ ഉണ്ട്, 2k ഉണ്ട്, 1 ഉണ്ട്, എല്ലാം ആഡ് ചെയ്യുക എന്ന് പറയുന്ന ആശയം വരുന്നു. അപ്പോൾ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? k പ്ലസ് 1 ഹോൾ സ്ക്വയറിന് തുല്യമാണ്. ഇതോടുകൂടി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് k+1 ട്രൂ ആയിരിക്കും. അത് അറിയുന്നതിന് വേണ്ടി വലതുവശത്ത് എന്നിന് k+1 കൊടുക്കുക. അപ്പോൾ k+1 ഹോൾ സ്ക്വയർ ആണ് വരിക. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. Therefore p of k+1 is true. Hence by induction the result is true for a very natural number n. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുക. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുക, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്കിത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെയാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടാലും നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ വെയിറ്റേജ് ഒന്ന് നോക്കിയാൽ മതി. 4 മാർക്കായിരിക്കും വെയിറ്റേജ് ഉണ്ടായിരിക്കുക. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കണം. p of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus n into n plus 1 equal to n into n plus 1 into n plus 2 divided by 3. സ്റ്റേറ്റ്മെന്റ് ആയി നമുക്ക് p of n ട്രൂ ആണെന്നുള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ LHS എന്ന് പറയുന്ന കാര്യം എടുക്കണം. ലെഫ്റ്റ് സൈഡ് ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 into 2 ആണ്. 2 ആണ് ആൻസർ വരിക. ഇവിടെ പോയിന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതൊരിക്കലും 1.2 എന്നൊന്നും പറഞ്ഞ് വായിക്കരുത്. അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ LHS എന്ന് പറയുന്നത് 1 into 2 വരും. ആൻസർ 2 ആണ് കിട്ടുക. RHS കിട്ടണമെങ്കിൽ വലതുവശത്ത് എന്നിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ 1 into 1 plus 1 into 1 plus 2 divided by 3 which is equal to 1 into 2 into 3 divided by 3. ഇതിലെ 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. LHSഉം RHSഉം ഈക്വൽ ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore p of 1 is true. p of 1 ട്രൂ ആണ് എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അസ്യൂം ദാറ്റ്
പി ഓഫ് കെ ഈസ് ട്രൂ, പി ഓഫ് കെ ട്രൂ ആണ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. അതായത് 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1 equal to k into k plus 1 into k plus 2 all divided by 3. റിസൾട്ട് കെയിൽ ട്രൂ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുകയാണ്. 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് പി ഓഫ് കെ ആണ്. ഒരു ടേം കൂടി അവിടെ എഴുതാനുണ്ട്. ആ ടൈം എങ്ങനെ എഴുതുക? സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് ടേമിലേക്ക് വരിക, എന്നിന് പകരം k plus 1 കൊടുക്കുക. ഇപ്പൊ ലാസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. n എന്ന് പറയുന്ന സ്ഥാനത്ത് k plus 1, n plus 1 എന്ന് പറയുമ്പോൾ k plus 1 plus 1. ഈ എന്നിനാണ് ഞാൻ k plus 1 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്ലസ് 1 എഴുതാനുണ്ട്, പ്ലസ് 1 എഴുതിയിട്ടുണ്ട്. ഇതില് ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് k into k plus 1 into k plus 2 divided by 3 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആൻസർ അതുപോലെ താഴേക്ക് ഇറക്കി എഴുതി. പ്ലസ് k plus 1 into ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? k plus 2 എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് k plus 1 ഉം k plus 2 ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പുറത്തേക്ക് നിർത്തുന്നു. k plus 1 into k plus 2, k plus 1 ഉം k plus 2 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി k by 3 ഉണ്ട്. പ്ലസ് ഇവിടെയുള്ള എല്ലാ ടേമും പോയി കഴിഞ്ഞു, അപ്പൊ ബാക്കി 1 ഉണ്ട്. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു k plus 1 into k plus 2. k into 1 എന്ന് പറഞ്ഞാൽ k വരും, പ്ലസ് 3 into 1 എന്ന് പറഞ്ഞാൽ 3 വരും, ഡിവൈഡഡ് ബൈ 3 into 1 എന്ന് പറഞ്ഞാൽ 3 വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ സ്റ്റേറ്റ്മെന്റിന്റെ വലതുവശത്ത് എന്നിന് k plus 1 അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യ ടേം k plus 1 വേണം, ഇവിടെ k plus 1 ആണ്. അടുത്തത് k plus 1 കൂടി 1 കൂട്ടിയത്, അതായത് k plus 2, അടുത്തത് k plus 2 ആണ്. അടുത്തത് k plus 1 കൂടി 2 കൂട്ടിയത്, അതായത് k plus 3. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 വേണം, ഡിവൈഡഡ് ബൈ 3 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം therefore p of k plus 1 is true. Hence by induction p of n is true for all n. എല്ലാ എണ്ണുകൾക്കും ഈ റിസൾട്ട് ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൂവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് a plus ar plus ar square plus etc plus ar raised to n minus 1 equal to a into r raised to n minus 1 divided by r minus 1. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻഡക്ഷൻ പ്രകാരം ട്രൂ ആണെന്ന് പറയാം. ഇവിടെ നമ്മൾ ആദ്യം ഇതിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. പി ഓഫ് എൻ ട്രൂ ആണെന്ന് പറയുന്നതിന് വേണ്ടി എൽ എച്ച് എസ് എന്ന് പറയുന്ന കാര്യം ഇടതുവശത്തെ ഫസ്റ്റ് ടേം, അതായത് എ, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വലതുവശത്ത് എന്നിന് 1 കൊടുക്കുക, എ ഇൻറ്റു ആർ റൈസ് ടു 1 മൈനസ് 1 ബൈ ആർ മൈനസ് 1. അതായത് ആർ റൈസ് ടു 1 ആർ തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു ആർ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രോസസ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർ മൈനസ് 1 ഉം ആർ മൈനസ് 1 ഉം ക്യാൻസൽ ചെയ്യാം. കാരണം നമ്മളത് വായിക്കുന്നത് തന്നെ എ ഇൻറ്റു ആർ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് മുകളിലും താഴെയും ഒരേപോലെയുള്ള ടേം വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? എ ആണ്. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം therefore p of 1 is true. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക? പി ഓഫ് കെയിൽ ശരിയാണ് എന്നുള്ള കാര്യം അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് p of k is true. p of kയിൽ ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ a പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ആർ മൈനസ് 1. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ കെയിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണ് എന്നുള്ള ആശയമാണ് അവിടെ കിട്ടുന്നത്. ഇനി നമ്മൾക്ക് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതേണ്ടത്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു ആദ്യം പി ഓഫ് കെ എഴുതുക, എ പ്ലസ് എ ആർ പ്ലസ്
എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് വൺ. നമ്മൾ പി ഓഫ് കെ എഴുതി കഴിഞ്ഞു. ഇനി ഒരു ടേം കൂടി ഇവിടെ എഴുതാനുണ്ട്. അത് എഴുതാമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക, ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേം നോക്കുക, എന്നിന് പകരം കെ പ്ലസ് വൺ കൊടുക്കുക. അപ്പോൾ എ അതുപോലെ എഴുതിയിട്ടുണ്ട്, ആർ അതുപോലെ എഴുതിയിട്ടുണ്ട്, എന്നിന്റെ സ്ഥാനത്ത് കെ പ്ലസ് വൺ വരും, പിന്നെ ഒരു മൈനസ് വൺ എഴുതാനുണ്ട്. ഇതിലെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. തൊട്ട് മുകളിലുള്ള അസംഷൻ പ്രകാരം എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് വൺ വരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു കെ, കാരണം പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോയി. സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ബൈ വൺ കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് വൺ ഇൻറ്റു വൺ ആണ് വരിക. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് എഴുതുക. എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ആർ റൈസ് ടു കെ, എ ഇൻറ്റു ആർ റൈസ് ടു കെ, എ ആർ റൈസ് ടു കെ മൈനസ് എ ഇൻറ്റു വൺ എന്ന് പറയുന്നത് എ പ്ലസ് ആർ മൈനസ് വൺ ഇൻറ്റു എ ആർ റൈസ് ടു കെ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഇൻറ്റു വൺ ആർ മൈനസ് വൺ. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വൺ ആണ് വരുന്നത്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താൽ മതി, എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻറ്റു ആർ റൈസ് ടു കെ, എ ആർ റൈസ് ടു കെ വരും, എ ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് എ വരും, പ്ലസ് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ മൈനസ് വൺ ഇൻറ്റു എ ആർ റൈസ് ടു കെ വരും, അത് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എന്ത് വരുന്നുണ്ട്, ആർ മൈനസ് വൺ എന്ന് പറഞ്ഞ കാര്യം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ആർ റൈസ് ടു കെ എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് എ ആർ റൈസ് ടു കെ കിട്ടിയിട്ടുണ്ട്, അത് അതുപോലെ എഴുതിയിട്ടുണ്ട്, മൈനസ് എയും അതുപോലെ എഴുതിയിട്ടുണ്ട്, പ്ലസ് എ ആർ റൈസ് ടു കെ കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ മൈനസ് വൺ കൊണ്ട് എ ആർ റൈസ് ടു കെനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ ആർ റൈസ് ടു കെ ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. എ ആർ റൈസ് ടു കെ എന്ന് പറയുന്ന പോസിറ്റീവ് ടേമും എ ആർ റൈസ് ടു കെ എന്ന് പറയുന്ന നെഗറ്റീവ് ടേമും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ, ഇവിടെ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആറിന്റെ പവറിൽ നമുക്ക് വേണമെങ്കിൽ വണ്ണ് വിചാരിക്കാം, കാരണം ആർ റൈസ് ടു വണ്ണും ആറും ഒരേ കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ആറിന്റെ പവറിൽ കെ ഉണ്ട്, അതേ ആറിന്റെ പവറിൽ വൺ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പവറുകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുന്നു. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയാൽ മൈനസ് എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നു, മറ്റത് ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി മൈനസ് എ എന്നുള്ള കാര്യം വരുന്നു. ഇവിടെ ചെയ്യുമ്പോൾ പ്ലസ് എ ആർ റൈസ് ടു കെ പ്ലസ് വൺ, ഈ പവർ തമ്മിൽ ഞാൻ ആഡ് ചെയ്തിട്ടാണ് അവിടെ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് അവിടെ കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്, എ എന്ന് പറയുന്ന കാര്യം കോമൺ ആയിട്ടുണ്ട്. ആ എനെ ഞാൻ ഔട്ട് സൈഡ് നിർത്തുന്നു, പോസിറ്റീവ് ആയതിന് പ്രാധാന്യം കൊടുക്കുന്നു. അതായത് ആദ്യം എഴുതുന്നത് പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഔട്ട് സൈഡ് നിർത്തിയാൽ ഇവിടെ നിന്നും എ ഔട്ട് സൈഡ് നിർത്തി, ഇതാണ് പോസിറ്റീവ് ടേം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്, ആർ റൈസ് ടു കെ പ്ലസ് വൺ എന്ന് പറയുന്ന കാര്യമാണ്. ആർ റൈസ് ടു കെ പ്ലസ് വൺ, പിന്നെ എഴുതാനുള്ളത് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. എങ്ങനെയാണ് ആ ടേമുകൾ വന്നു എന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് ഞാൻ എ ഔട്ട് സൈഡ് നിർത്തി, പോസിറ്റീവായ ടൈമാണ് ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ നിന്ന് എ പോയാൽ ബാക്കി ആർ റൈസ് ടു കെ പ്ലസ് വൺ, അതാണ് ബ്രാക്കറ്റിനകത്ത് ആർ റൈസ് ടു കെ പ്ലസ് വൺ വന്നത്. പിന്നെ ഇവിടെ മൈനസ് ആണ്, അതിൽ എ പോയി, അപ്പോൾ ബാക്കി മൈനസ് വൺ ഉണ്ടാവും, അതാണ് അവിടെ മൈനസ് വൺ കൊടുത്ത്, ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഇപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കെ പ്ലസ് വണ്ണിൽ ട്രൂ ആയിരിക്കും അതറിയണമെങ്കിൽ വലതുവശത്ത്, സ്റ്റേറ്റ്മെന്റിന്റെ വലതുവശത്ത് എന്നിന് കെ പ്ലസ് വൺ കൊടുക്കുക. എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. അതേ കാര്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore p of k plus 1 is true. ഈ സ്റ്റേറ്റ്മെന്റ് കെ പ്ലസ് വണ്ണിൽ ട്രൂ ആണ് എന്ന് പറയാം. ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് PMI പ്രകാരം പ്രൂവ് ചെയ്യണം. PMI എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ചിലപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ടും തരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആദ്യം ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി ഡിനോട്ട് ചെയ്യുക. അതായത് പി ഓഫ് എൻ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6. പി ഓഫ് എൻ ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്.
സ്റ്റേറ്റ്മെന്റിന്റെ ഇടതുവശം അതിലെ ഫസ്റ്റ് ടേം മാത്രം എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. RHS എന്ന് പറയുന്നത് വലതുവശത്ത് n പകരം 1 അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 2 ഇൻറ്റു 1 2 വരും. 2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ഡിവൈഡഡ് ബൈ 6. ഇത് ശരിക്കും എന്ത് തന്നെയാണ്? 6/6 ആണ്. ആൻസർ എന്താണ്? 1 ആണ് കിട്ടുക. LHS RHS ഒരേ ആൻസർ ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പറയാം therefore P of 1 is true. അടുത്തത് നമ്മൾ ചെയ്യാം, P of K യിൽ ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് P of K is true. P of K ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇങ്ങനെ പറയാം, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് K സ്ക്വയർ ഈക്വൽ ടു K ഇൻറ്റു K പ്ലസ് 1 ഇൻറ്റു 2K പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അതായത് മുകളിൽ തന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ K എന്ന് പറഞ്ഞ വാരിയബിളിലേക്ക് നമ്മൾ മാറ്റിയെഴുതി. P of K plus 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. എഴുതണമെങ്കിൽ ആദ്യം P of K എഴുതുക. അതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് K സ്ക്വയർ പ്ലസ് ഒരു ടൈം കൂടി എഴുതിയാലേ P of K plus 1 ആവുള്ളൂ. ആ ടൈം എഴുതണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടൈമിലേക്ക് വരിക. n പകരം K plus 1 കൊടുക്കുക. അപ്പൊ നമ്മൾ എഴുതേണ്ടത് K plus 1 ഹോൾ സ്ക്വയർ. ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തൊട്ട് മുകളിൽ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴേക്ക് ഒന്ന് കൊടുക്കുകയാണ്, K ഇൻറ്റു K പ്ലസ് 1 ഇൻറ്റു 2K പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് K പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ ഒരു ടൈമിലും കോമൺ ആയിട്ട് K പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം കാണാം. ഇവിടെ 2 എണ്ണം ഉണ്ട്, പക്ഷെ ഇവിടെ ഒരെണ്ണം ഉള്ളൂ. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആ K പ്ലസ് 1 നമ്മൾ ഔട്ട് സൈഡ് നിർത്തുകയാണ്. K പ്ലസ് 1 ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് K ഇൻറ്റു 2K പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് ഇവിടെ 2 K പ്ലസ് 1 ഉണ്ടായാലും ഒരെണ്ണം ഞാൻ പുറത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഒരു K പ്ലസ് 1 അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, K പ്ലസ് 1 അതുപോലെ എഴുതി. ഇവിടെ K ഇൻറ്റു 2K പ്ലസ് 1 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. K ഇൻറ്റു 2K പ്ലസ് 1 തന്നെയാണ് കിട്ടുകയുള്ളൂ. ആ K ഉള്ളിലേക്കൊന്ന് ഞാൻ മൾട്ടിപ്ലൈ ആണ്. K ഇൻറ്റു 2K എന്ന് പറഞ്ഞാൽ 2K സ്ക്വയർ. K ഇൻറ്റു 1 എന്ന് പറയുന്നത് പ്ലസ് K പ്ലസ് 6 ഇൻറ്റു K പ്ലസ് 1 ആണ് ചെയ്യാനുള്ളത്. ചെയ്യുമ്പോൾ 6 കൊണ്ട് 2 ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അത് മറന്നു പോകരുത്. അപ്പോൾ 6 ഇൻറ്റു K എന്ന് പറഞ്ഞാൽ 6K വരും, പ്ലസ് 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും, ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരുന്നു. അതായത് K plus 1 into 2K square plus 7K plus 6 divided by 6. 2K square വന്നു, K plus 6K എന്ന് പറഞ്ഞാൽ 7K വരും, പ്ലസ് 6 അതുപോലെ എഴുതിയിട്ടുണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ 6 വരുന്നു. ഇതിപ്പോ Kയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഏറ്റവും ലാസ്റ്റ് ടൈം ആണ്, കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ടൈമാണ്, 6 ആണ്. 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം. പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ 2 ഇൻറ്റു 3 ആണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. ഈ ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, K പ്ലസ് 1 ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്, ബാക്കി കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് 2 ഇൻറ്റു 3 6 എന്ന് പറഞ്ഞ കാര്യം കിട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് K പ്ലസ് 2 ഇൻറ്റു K പ്ലസ് 3 എന്ന് പറഞ്ഞ് എഴുതാം. ഒരു കാര്യം മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ, 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നു, അത് 2 ഇൻറ്റു 3 എന്നുള്ളത് കൊണ്ട് നമ്മൾ K പ്ലസ് 2 ഇൻറ്റു K പ്ലസ് 3 എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് എഴുതാനുള്ള കാരണം ഇവിടെ എല്ലാം പ്ലസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ K പ്ലസ് 2 ഇൻറ്റു K പ്ലസ് 3 എന്ന് പറഞ്ഞ് എഴുതിയത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് 3 ഇൻറ്റു 2 6, ഓക്കെ, ലാസ്റ്റ് ടൈം ഓക്കെ. K ഇൻറ്റു K എന്ന് പറയുന്നത് K സ്ക്വയർ ആണ് വരിക, പക്ഷെ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 2K സ്ക്വയർ എന്ന് പറയുന്ന കാര്യമാണ് കിട്ടേണ്ടത്. ഇത് 2K സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ Kന്റെയോ അല്ലെങ്കിൽ ഈ Kന്റെയോ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുക്കണം, 2 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. ഞാനിവിടെ തൽക്കാലം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, എന്നിട്ട് അത് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ഇതിലേക്ക് മാറ്റിയാൽ മതി. ഞാനിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, 2 എന്ന് പറയുന്ന കാര്യം അവിടെ കൊടുക്കുന്നു. 2 കൊടുത്തതിന് ശേഷം ഒന്ന് മൾട്ടിപ്ലൈ ആണ്. 2K ഇൻറ്റു K എന്ന് പറഞ്ഞാൽ 2K സ്ക്വയർ, ഫസ്റ്റ് ടൈം ഓക്കെ. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, അത് ഓക്കെയാണ്. ഇനി K ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3K വരും.
പ്ലസ് 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4k വരും. ശ്രദ്ധിക്കണേ, k ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3k വരും, 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 4k വരും. 3k പ്ലസ് 4k എത്രയാണ്? 7k ആണ്. 7k തന്നെയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി? രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാൻ ഫാക്ടറൈസേഷൻ ഐഡിയ ആണ് ആലോചിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ആശയത്തിലൂടെയൊക്കെ എന്ത് ചെയ്യാം? ഇതിനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചിന്തിച്ച കാര്യത്രേ ഉള്ളൂ. 6 എന്ന് പറയുന്നത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം എന്ന് ചിന്തിക്കുമ്പോൾ 3ഉം 2 ആണ് നമ്മുടെ മുമ്പിലേക്ക് വരിക, അല്ലെങ്കിൽ 2ഉം 3 ആണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ k+2 ഇൻറ്റു k+3 എന്ന് പറഞ്ഞ് എഴുതി. ഇപ്പൊ ലാസ്റ്റ് ടേം ഈക്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആലോചിച്ചത്. ഇനി ഫസ്റ്റ് ടേമിലേക്ക് ഒന്ന് വരികയാണ്. ഇവിടെ എഴുതിയ ആശയപ്രകാരം k ഇൻറ്റു k സ്ക്വയർ വരിക, പക്ഷെ നമുക്ക് 2k² വരണം. അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ ഏതെങ്കിലും ഒരു kന്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. ഞാൻ തൽക്കാലം അത് എന്ത് കൊടുത്തു? k+3 എന്ന് പറഞ്ഞ എഴുതിയതിന്റെ ലെഫ്റ്റ് സൈഡിൽ kന്റെ ലെഫ്റ്റിലായിട്ട് 2 കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6 ഓക്കെ ആണ്, k ഇൻറ്റു 2k 2k² ഓക്കെ ആണ്. ഇനി സെൻട്രൽ ടൈം ആണ് നോക്കേണ്ടത്. k ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3k വരും, 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 4k വരും. രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 7k വരുന്നു. സെൻട്രൽ ടൈം ഓക്കെ ആവുന്നു. അതോടുകൂടി നമ്മുടെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ആശയം അവിടെ കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ 6. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിസൾട്ട് ട്രൂ ആയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ഇവിടെ k+1 കൊടുക്കുക, n-ന് k+1 കൊടുക്കുമ്പോൾ k+1 വരും. അടുത്തത് k+1 +1 എന്ന് പറഞ്ഞാൽ k+2. നോക്കൂ, k+2 വന്നു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇവിടെ k+1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2k+3 ആണ്. ഡിവൈഡഡ് ബൈ 6 എല്ലാം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും എന്ത് പറയാം? therefore p of k+1 is true. p of k+1 ട്രൂ ആയതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എല്ലാ എണ്ണുകൾക്കും ശരിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പ്രൂവ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് p of n 1 cube plus 2 cube plus etc plus n cube equal to n into n plus 1 by 2 whole square. ഈ റിസൾട്ട് എല്ലാ എണ്ണുകൾക്കും ശരിയാണെന്ന് PMI-യിലൂടെ തെളിയിക്കണം, അതായത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ p of n എന്ന് പറയുന്ന കാര്യമായിട്ട് എടുക്കുന്നു. ഇത് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി എഴുതുന്നു എന്ന് മാത്രം. 1 cube plus 2 cube plus 3 cube plus etc plus n cube equal to n into n plus 1 by 2 whole square. p of n ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തെ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. 1 ക്യൂബ് ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെയാണ് ആൻസർ കിട്ടുക. RHS എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വലതുവശത്ത് n-ന് 1 അപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 2ഉം 2ഉം നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി ബ്രാക്കറ്റിനകത്ത് വരുന്നത് 1 ആണ്. 1ന്റെ സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ LHSഉം RHSഉം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം therefore p of 1 is true. അടുത്ത നമ്മൾ ഈ റിസൾട്ട് kയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാണ്. അസ്യൂം ദാറ്റ് p of k is true. അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k cube equal to k into k plus 1 by 2 whole square. p of k plus 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ആദ്യം p of k എഴുതാം. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ്. ഇപ്പോൾ p of k ആണ് എഴുതിയിരിക്കുന്നത്. ഒരു ടേം കൂടി എഴുതണം. ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടേമിലേക്ക് വരിക, n-ന് k+1 കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് k plus 1 all cube. ഇതിലെ തൊട്ട് മുകളിലുള്ള അസംഷൻ പ്രകാരം 1 ക്യൂബ് മുതൽ k ക്യൂബ് വരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് k ഇൻറ്റു k പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇവിടെ k പ്ലസ് 1 3 ഉണ്ട്. ഇവിടെ സ്ക്വയറിംഗ് ഉള്ളത് കൊണ്ട് k പ്ലസ് 1 2 വരും. അപ്പോൾ ആ ടേം നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട് സൈഡ് നിർത്തുകയാണ്. കോമൺ ആയി വരുന്ന k പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ ആയി മാറ്റി നിർത്തി. ഇവിടെ k സ്ക്വയർ ഉണ്ട്. k പ്ലസ് 1 ഹോൾ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് നിർത്തി കഴിഞ്ഞു. പിന്നെ താഴെ 2ന്റെ സ്ക്വയർ അതായത് 4 എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത് ആലോചിക്കാം. k എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k സ്ക്വയർ വരും. താഴെ 2ന്റെ സ്ക്വയർ എത്ര വരും? 4 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. പ്ലസ് ഇവിടെ k പ്ലസ് 1 എന്ന് പറയുന്നത് 3 ഉണ്ട്. 2 പുറത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഒരു k പ്ലസ് 1 അവിടെ ബാലൻസ് ഉണ്ടാവും. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ k സ്ക്വയർ ആണ്. പ്ലസ് 4 കൊണ്ട് 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു k 4k വരും. 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 എന്ന് പറയുന്നത് 4 തന്നെ. ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം.
കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് മോള് കാണുന്നുണ്ടാവുക. ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെ ഓരോ കാര്യത്തിനും വ്യത്യസ്തമായ സ്ക്വയറുകൾ കൊടുക്കുന്നതിന് പകരം നമുക്കിതിനെ ഒന്നും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. നമുക്ക് 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ താഴെ 2 എഴുതിയിട്ടുള്ളൂ. കെ പ്ലസ് 1നും സ്ക്വയർ ഉണ്ട്, കെ പ്ലസ് 2നും സ്ക്വയർ ഉണ്ട്. കെ പ്ലസ് 1ഉം കെ പ്ലസ് 2 ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ സ്ക്വയർ ഇടുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? കെ പ്ലസ് 1ന് സ്ക്വയർ വരും, കെ പ്ലസ് 2ന് സ്ക്വയർ വരും, താഴെ 2നും സ്ക്വയർ വരും. അപ്പോൾ ഈ പറഞ്ഞ ടേമുകളെല്ലാം അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ടത് റൈറ്റ് സൈഡിൽ എന്നിന് കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം therefore p ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഈ റിസൾട്ട് കെ പ്ലസ് 1ൽ ട്രൂ ആയി. ഇങ്ങനെയാണെങ്കിൽ എല്ലാ എന്നുകളിലും ഈ റിസൾട്ട് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസുകൾ മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ആ 4 മാർക്ക് നിങ്ങൾ നിർബന്ധമായും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക തന്നെ വേണം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യമാണ് ഈ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ അത് ചെയ്ത് പഠിക്കുക, 4 മാർക്കും സ്കോർ ചെയ്യുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.